ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ വിച്ചു. ഞങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നത് വേറെ എവിടേക്കല്ല കേട്ടോ. നമുക്ക് എൻട്രി ഡിസ്കൗണ്ട് പാസ് കിട്ടിയിട്ടുണ്ട് ഗുണ ഗേവിലേക്കുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ. വന്നിട്ട് അവസാന ഘട്ടത്തിൽ 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ ഇനി അതിൻ്റെ കാലാവധി. അപ്പോഴാണ് ഞങ്ങൾ പോകാനായിട്ട് ഞങ്ങൾക്ക് സമയം ഒത്തു വന്നത്. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ കയറി നേരെ പാലക്കാട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി ഹാപ്പി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് സാഹചര്യങ്ങൾ മൂലം പോകാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. അതും വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് സമയം ഒത്തു വരുന്നില്ല. നമുക്ക് കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് നേരം വൈകിയാലോ എന്നൊക്കെ കൊണ്ടാണ് പോവാതിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് എല്ലാവരും ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും ഒത്തുപിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻട്രി തന്നെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻട്രി പാസ്സൊക്കെ എടുത്തു. അപ്പോൾ നമുക്ക് പകുതി ചാർജ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു പാലക്കാട് വന്ന് നമ്മൾക്ക് പോവാതിരുന്നാൽ നമുക്കതൊരു മോശമാണ്. നമുക്കത് തീരാൻ നഷ്ടം കൂടി ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാനായിട്ട് റെഡിയായി. പിന്നെ മോളെ എടുക്കാൻ പിന്നെ അമ്മയും മേമയും എല്ലാവരും ഉള്ളതുകൊണ്ട് എനിക്കധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അകത്തേക്ക് പോയി. അപ്പോൾ അതിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ ഞാൻ ഇങ്ക് സൗഖ്യമേ. ആ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ സെറ്റിങ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഇഷ്ടമായി. എൻ്റെ പാട്ട് കേട്ടിട്ട് മോള് ചിരിക്കുന്നതുണ്ടോ. അപ്പോൾ കമലഹാസൻ്റെ ആ ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് ഈ ഒരു പേടിപ്പിക്കുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാട്ട് പാടുകയാണ് കേട്ടോ. അത് കേട്ടപ്പോൾ അങ്ങനെ ഈ നമ്മുടെ മലയിൽ പാറയിലൊക്കെ നമ്മളിങ്ങനെ ലവേഴ്സിൻ്റെ പേരൊക്കെ എഴുതില്ലേ, അതുപോലെയൊക്കെ ഇടയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിടെയും പോയി. പിന്നെ ഹിസ്റ്ററി ഓഫ് ഗുണാഗേവ് അങ്ങനത്തെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. വായിച്ച് നിൽക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ചാപ്റ്റർ മാത്രം വായിച്ചു കേട്ടോ. എന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ തിരക്ക് ഭയങ്കരമായിട്ടും കമ്മിയായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എന്താ പറയുക, അവസാന ഡേറ്റിലാണല്ലോ പോയത്. അതുകൊണ്ട് തന്നെ തിരക്കുണ്ടായിരുന്നില്ല. സാവധാനം ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും ആൾക്കാരെ കൊണ്ട് തിക്കും തിരക്കും ഒന്നുമില്ലാതെ നല്ല കൂളായിട്ട് കാമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്നോ വേൾഡും കൂടി ഉണ്ടായിരുന്നു അവിടെ കണ്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ ആ ഒരു ലൈറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പോൾ മേമയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പോകുന്നതും ഒറ്റയ്ക്ക് പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എല്ലാവരും കൂടെ പോകുന്ന സമയത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് തന്നെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന മേമയും മക്കളെയൊക്കെ പിടിച്ചിരുത്തിയിട്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ഗാർഡനും കൂടെ സെറ്റ് ചെയ്ത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിലിമിലൊക്കെ നമ്മൾ കാണില്ലേ സീനറികളൊക്കെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടമായി. കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ എവിടെ പോയാലും അത് ഒരു കുറവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഫോണിലേക്ക് അങ്ങ് പകർത്തിയിട്ടോ. എൻ്റെ മോളാണെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും എടുത്തിട്ടൊക്കെ ഓരോ ഫ്ലവേഴ്സും ഒക്കെ നമുക്ക് ശരിക്കും പ്ലാസ്റ്റിക് ആണെങ്കിൽ പോലും ഒറിജിനാലിറ്റി നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കോർട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ പോയിട്ട് ഈ ഒരു പോപ്കോണും പിന്നെ അതേപോലെ തന്നെ വെറൈറ്റി ചോക്ലേറ്റ്സും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നേരെ പോയത് പിന്നെ ആ ബുക്സിൻ്റെ ആ ഒരു ഇതിലാണ് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ചാറുകളൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് നോക്കാൻ വേണ്ടി എനിക്ക് കുറച്ച് ചില്ലി ഫ്ലേവറിൻ്റെ അച്ചാർ വന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി പിന്നെ അടുത്തത് ടോയ്സിലേക്കാണ് കേട്ടോ. ഭയങ്കര ചാർജായിരുന്നു കേട്ടോ അവിടെ. അതൊന്നും വാങ്ങാനായിട്ട് നിന്നില്ല. കണ്ടത് തന്നെ വലിയ ഭാഗ്യം എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഈ ഒരു പാർക്കിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ പപ്പടം ഇടും വലുതാവുന്ന കാണാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അവർ എണ്ണ കായാൻ വേണ്ടി നിന്ന് എനിക്ക് മതിയായപ്പോൾ മിണ്ടാതെ വന്നു അങ്ങോട്ട്. എന്നിട്ട് ഇവിടെയാണ് വന്ന് നിന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ ഇതിലേക്ക് കയറ്റിയിരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മക്കൾക്ക് ഇരിക്കാൻ പറ്റിയ ആ ഒരു സാധനം ഇങ്ങനത്തെ 1-2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. തനിച്ചിരിക്കാറുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കും എന്തെങ്കിലും ഒരു ഹാപ്പി വേണ്ടേ, എൻജോയ്മെൻറ്റ് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റിയിരുത്തി. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു മരണക്കിണർ ഫ്രീ ആയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെ അവർ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഫ്രീ ആയിട്ട് ഞങ്ങൾ മരണക്കിണറും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി എന്താ പറയുക, അവിടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇതെങ്ങനെയാണ് അവർക്ക് കൈവിട്ടിട്ടൊക്കെ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അത്ഭുതപ്പെട്ട് പോകുന്ന രീതിയിലൊക്കെ ആയിരുന്നു കേട്ടോ റൈഡ് ഉണ്ടായിരുന്നത്. ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. വരുന്ന സമയത്ത് ഞങ്ങൾ ഷെയ്ക്കും സർബത്ത് അതേപോലെ പൊക്കോട
ചായ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബസ് നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ. നമുക്കൊരു ടൂറൊക്കെ പോകുന്ന ഫീലാണ് കേട്ടോ ബസ്സിലിരുന്നപ്പോൾ തോന്നിയത്. കാരണം സിനിമയും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടു കൂടി ഗുണാകേവ് അങ്ങനെ കണ്ടു എന്നുള്ളൊരു അഹംഭാവത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ ടി വി ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും